വന്നിട്ട് ടൈം ഒരു 9 AM ആയി. ഞാൻ 5 AM ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റു. ബേബി ചെറുതായിട്ടൊന്നും അനങ്ങി സൗണ്ട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, 5 AM ആയപ്പോൾ എണീറ്റു. ഞാൻ എണീറ്റ് വേറെ ഒന്നും ഉണ്ടല്ല, അവൻ എണീറ്റ് യുവി എണീറ്റുകൊണ്ടാണ് ഞാൻ എണീറ്റേ. അപ്പോൾ ഇപ്പോൾ 9 മണി ആയപ്പോൾ തൊട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയത്. അവന് ഫുഡ് കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഞാൻ അടുത്ത് ആഫ്റ്റർനൂണുള്ള പരിപാടിയിലേക്കാണ്. പാല് വാങ്ങാൻ പോയി. അങ്ങനെ അത്രയും ചെയ്തിട്ട് വന്നിരിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ പറയാം. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ക്യാരറ്റ് ചോപ്പ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും കൂടെ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിൽ വേറെ പരിപാടി ഇല്ല. പിന്നെ എനിക്ക് കുറച്ച് പോയി കിടന്ന് ഉറങ്ങണം. ക്യാരറ്റ് ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് കുക്കിങ്ങിലേക്കാണ് പോകുന്നത്. എന്തുവാ? അപ്പോൾ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, കുളിച്ചു, പിന്നെ കിടന്ന് ഉറങ്ങി, എണീറ്റു, ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ 3 മണിയായി. അപ്പോൾ ഞാനും യുവിയും കൂടി ഇവിടെ ഇരിക്കുക, ഹാളിൽ ഇരിക്കുക. അവനെ കളിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് അവ ഇരിക്കുകയാണ്. ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. യുവി ഹായ് പറഞ്ഞേ. ഓക്കെ, ഹായ് കൂടെ സൗണ്ട് ഉണ്ടാക്കാതെ. അവൻ കളിക്കുന്നതല്ലേ. എവിടെ പോകുന്നു? അയ്യോ, എവിടെ പോകുന്നു? ആ ഫേസ് ബോർഡിൻ്റെ അകത്ത് അവൻ്റെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് കാണിച്ചത്. ഇവിടെ ഫുൾ നിരത്തും. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അകത്താവുമ്പോൾ ഓരോന്ന് ഒതുങ്ങി കിടക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ നിരത്തിയിടാറുണ്ട് ആള്. എന്തുവാ? ഹായ് 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 ഹായ്. അപ്പോൾ 6 PM ആയപ്പോൾ ഞാനും ശാലു ചേച്ചിയും കൂടി ക്യാൻറ്റീനിൽ പോയി. യുവി ഉണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ പോയി നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ ക്യാൻറ്റീനിലോട്ട്. ഇപ്പോൾ ഇത് ക്യാൻറ്റീനിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. യുവിയെ നമ്മൾ സൈക്കിളിൽ ഇരുത്തി. ഈ സൈക്കിളിലാകുമ്പോൾ അവ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അതിൽ ലൈറ്റും പാട്ടും ഒക്കെ കേട്ട് കാര്യമായിട്ടിരുന്നോളും, ഒരു വിഷയമില്ല. അങ്ങനെ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. ശാലു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു സൈക്കിൾ. അപ്പോൾ അവൻ ചവിട്ടാറാവുന്ന സമയത്ത് അവന് പോകാൻ പറ്റും. ഇപ്പം അവൻ ചവിട്ടാറായില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ തള്ളിക്കൊണ്ട് പോയില്ലേ എന്തുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ 3 പേരും കൂടിയാണ് ക്യാൻറ്റീനിലൊക്കെ പോകുന്നത്. ഇത് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. ഇത് അവിടെയാണ് നമ്മുടെ ക്യാൻറ്റീൻ. നമ്മുടെ അല്ല, വേറെ യൂണിറ്റിൻ്റെ ക്യാൻറ്റീനിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ക്യാൻറ്റീൻ കഴിഞ്ഞായിരുന്നു. അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് നമ്മൾ അടുത്ത യൂണിറ്റിലെ ക്യാൻറ്റീനിലോട്ട് പോയാൽ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നു അല്ലേ യവി? ടൈം വന്നിട്ട് 7:30 ആയി. ഇനി നൈറ്റ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കണം, ഇവിക്ക് ഫുഡ് കൊടുക്കണം, ഇവിയെ മേലെ എഴുതണം, അവനെ സെറ്റ് ചെയ്ത് ഉറക്കണം, പിന്നെ എനിക്ക് ഉറങ്ങണം. അത്രയേ ഉള്ളൂ. ഇനി ഒരു 8:30 9:30 ഒക്കെ ആകുമ്പോൾ ഉറങ്ങുന്ന. ഏട്ടൻ കുറച്ച് ബിസി, അപ്പോൾ നൈറ്റാകും. ഇവിടെ കിടക്കിയ ആള് വിക്കറ്റ് പനി പിടിക്കില്ലേ?
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.